പത്തനാപുരം കല്ലുകടവിലെ ദന്താശുപത്രിയിലെ ലേഡി ഡോക്ടറെ പീഡിപ്പിക്കാൻ ഒരു ശ്രമം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. വൈകിട്ട് 6:30 മണിക്ക് അവർ പതിവ് പോലെ അവിടുത്തെ ജോലി തീർന്ന് വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുമ്പം ഒരാൾ അവിടെ കയറി വന്നു. ആ ആള് അവരെ ബലമായിട്ട് പിടിച്ചു, അവരുടെ വായിലെ തുണി തിരികെ കയറ്റി. അവർ കിടന്ന് ബഹളവും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൂടി വന്ന് ഈ ആളെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പത്തനാപുരം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാള് പത്തനാപുരം കാരമ്മൂട് സൽദാൻ മൻസിലിൽ മുഹമ്മദ് സൽദാൻ എന്ന 24-കാരനായിരുന്നു. അയാളാണ് ആ ലേഡി ഡോക്ടറെ വായിൽ തുണി തിരികെ കയറ്റിയത്. അത് എന്തിനെന്ന് വെച്ചാൽ അതിന് പോലീസ് ഇപ്പം അതേപ്പറ്റി അയാളെ ചോദ്യം ചെയ്തിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ പോലീസ് എടുത്തിരിക്കുന്ന കേസ് അത് വകുപ്പുകൾ വളരെ സിമ്പിളായിപ്പോയി. ഒരു ലേഡിയെയാണ് അവമാനിച്ചത്. ലേഡിയുടെ വായിൽ തുണി കുത്തി കയറ്റുന്നത് എന്തിനാണ്? അതൊന്നെങ്കിൽ അറ്റംപ്റ്റ് ടു റേപ്പ് അല്ലേ, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു മർഡർ അല്ലേ, അല്ല അറ്റംപ്റ്റ് ടു റോബറി അല്ലേ? ആ വകുപ്പല്ലേ ഇടേണ്ടത്? പത്തനാപുരം പോലീസ് ഒരു റിമാൻഡ് എഴുതി തട്ടിക്കൂട്ടി അവരെ കടക്കൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതിക്ക് എന്തോ തോന്നി ഇതിനകത്തൊരു എന്തോ ഒരു ചെറിയ അപാകതയുള്ള പോലെ. എന്തായാലും താൽക്കാലിക ജാമ്യമാണ് കൊടുത്തത് 31-ാം തീയതി വരെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ, ഒരു ലേഡിക്ക് ഉണ്ടായെങ്കിൽ പോലീസ് എന്താണ് അതിനകത്ത് വകുപ്പിടേണ്ടത്? വളരെ സിമ്പിളായ 329 ട്രസ്പാസ്. അതെനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ട്രസ്പാസ് ചെയ്തയാൾ വായിൽ തുണി കയറ്റി വെക്കുന്നത് എന്തിനാണ്? 329 BNS ആണ് വെച്ചിരിക്കുന്നത്, ക്രിമിനൽ ട്രസ്പാസ്. പിന്നെ 74 BNS ഇട്ടിട്ടുണ്ട്. അത് അസാൾട്ടാണ്, ദേവോപദ്രവം അല്ലല്ലോ. അത് ദേവോപദ്രവത്തിന് അങ്ങനെ അല്ലല്ലോ കാണിക്കുന്നത്. എന്തിനാണ് വായിൽ തുണി തിരികെ കയറ്റിയത്? ശബ്ദം ഉണ്ടാക്കാതിരിക്കാനാണ്, കൃത്യമായിട്ട് അത് തന്നെ, വിളിക്കാതിരിക്കാനാണ്. അങ്ങനെ എന്താണ് ചെയ്യേണ്ടത്? പക്ഷെ കോടതിയിലെ ഇപ്പം ജാമ്യം 31-ാം തീയതി വരെ ടെമ്പററി ആയിട്ട് കൊടുത്തു. അതുകൊണ്ട് പോലീസ് ഇതൊരു അറ്റംപ്റ്റ് ടു റോബറി, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു മർഡർ, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു റേപ്പ്, 7 വർഷത്തിന് മുകളിലോട്ട് ശിക്ഷ വരുന്നതല്ലേ. കോടതി റിമാൻഡ് ചെയ്യേണ്ടേ ഈ പ്രതിയെ? അത് എങ്ങനെയാണ് ഈ രീതിയിൽ ലാഘവബുദ്ധിയോടെ പോലീസ് അത് FIR ഇട്ടു? ആരാണ് ആ FIR ഇട്ടത്? അയാൾക്കെതിരായിട്ട് നടപടി വേണ്ടേ? ഇങ്ങനെയാണോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീയുടെ വായിൽ തുണി കെട്ടി തിരികെ അവർ പരാതി പറയുമ്പം നാട്ടുകാർ ആ പയ്യനെ പിടിച്ചേൽപ്പിക്കുമ്പോൾ ഈ രീതിയിലുള്ള വകുപ്പാണ് കിട്ടുന്നത്? അതിനകത്ത് പോലീസിന് തെറ്റുപറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. അതിനകത്ത് ഒരു അറ്റംപ്റ്റ് ടു മർഡർ തന്നെ, അല്ല അറ്റംപ്റ്റ് ടു റേപ്പ് തന്നെ, അല്ലെങ്കിൽ റോബറി തന്നെ. എന്താണ് സംഭവിച്ചത്? അതിനു മുമ്പ് നാട്ടുകാർ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് 31-ാം തീയതി ഇയാളുടെ ജാമ്യം ക്യാൻസൽ ചെയ്ത് ഇയാളെ റിമാൻഡ് ചെയ്യണം. 24 വയസ്സേ ഉള്ളൂ. അതിന് അദ്ദേഹത്തിന്റെ വക്കീല് കോടതി പറഞ്ഞ ഡിഫൻസ്, അത് തീർച്ചയായിട്ടും വക്കീലിന്റെ ജോലി ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് അവിടെ അമ്മയെ ചികിത്സിച്ചിട്ടുണ്ട്. അമ്മയെ അവിടെ കൊണ്ട് ചികിത്സിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയാണോ എന്ന് അറിയത്തില്ല. അത് ആ ലേഡി ഡോക്ടറെ അടുത്ത് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അമ്മയെ ചികിത്സിച്ചപ്പോൾ എന്തോ ഇവരുടെ ഭാഗത്തുനിന്ന് തെറ്റായ ഒരു സംഭവം ഉണ്ടായി എന്ന് ആരോപണം ഉണ്ടെങ്കിൽ അന്ന് എന്തുകൊണ്ട് വായി തുണി കയറ്റി കഴിഞ്ഞില്ല? അത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണോ? അത് വെയിറ്റ് ചെയ്തിട്ടാണോ? ഏതായാലും ലാഘവബുദ്ധിയോടെ പത്തനാപുരം പോലീസ് FIR എടുത്തു, വളരെ മൈൽഡ് സെക്ഷൻ ഇട്ടു, അയാളെ ജാമ്യത്തിൽ പോകാൻ അനുവദിച്ചു. അതുകൊണ്ട് സെക്ഷൻ വളരെ മൈൽഡായിട്ടുള്ള സെക്ഷൻ ഇട്ടിട്ട് അയാൾ ജാമ്യത്തിൽ പോകരുത് എന്ന് കോടതി വാദിച്ചിട്ട് APP പറഞ്ഞിട്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. അവിടെ കൃത്യമായ വകുപ്പിട്ടില്ല എന്നാണ് ഇപ്പം വരുന്നത്. അത് പത്തനാപുരത്തെ കുണ്ടയം കാരമ്മൂട് സൽദാൻ മൻസിലെ മുഹമ്മദ് സൽമാന്, അയാള് പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് തന്നെ നാട്ടുകാർ അവിടെ വന്ന് കൂടി ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. എന്താണെന്ന് ആ സ്ത്രീയുടെ അടുത്ത് കൃത്യമായിട്ട് ചോദിക്കണം. എന്താണ്, എന്തുദ്ദേശത്തിലാണ്? അതിന് തുറന്ന് പറഞ്ഞല്ലേ പറ്റുള്ളൂ. വായിലെ തുണി തിരികെ കയറ്റിയില്ലെങ്കിൽ ട്രസ്പാസ് ഇട്ടത് പോലീസ് ഇട്ട വകുപ്പ് മനസ്സിലാക്കാം. ഒരു ട്രസ്പാസ് ആയിക്കോട്ടെ, അവരൊന്നും ചെയ്തില്ല, അവിടെ 1-2 തെറി വിളിച്ചാലും പ്രശ്നമില്ല. തെറി വിളിക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ അടിക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ മർദ്ദിക്കുന്നതിന് മുമ്പായിട്ട് എന്തിനാണ് വായിലോട്ട് തുണി കുത്തി തിരികിയത്? ഒഫൻസ് മാറിയില്ലേ? അതിൻ്റെ ഗ്രാവിറ്റി മാറി. പോലീസ് എന്തുകൊണ്ട് അത് മനസ്സിലാക്കിയില്ല? അതോ അവരുടെ മൊഴിയിൽ
ആ വായു തിരികെ കയറ്റിയ തുണിയുടെ കാര്യം പറഞ്ഞില്ലയോ? അത് പറയാൻ, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ പോലീസ് വിസമ്മതിച്ചോ? എന്താണ് പ്രശ്നം? അതുകൊണ്ട് ഈ രീതിയിലുള്ള നടപടിക്രമത്തിന് മേലുദ്യോഗസ്ഥന്മാർ അത് നിരീക്ഷിച്ചിട്ട് വേണ്ട നടപടി എടുക്കണം. ശക്തമായ നടപടി ഇങ്ങനെയുള്ള കാര്യത്തിൽ വേണം. ഒരു ലേഡി ഡോക്ടറെയാണ്, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ശരി, ഒരു അത് വേറെ പല മാർഗങ്ങളുണ്ടല്ലോ നിയമപരമായിട്ട്. വായി തുണി തെറ്റി അവരെ ഉപദ്രവിക്കാൻ വരുന്നതല്ലല്ലോ. അവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ, എന്ത് ചെയ്തു എന്നുള്ള കാര്യം അവർ നാണക്കേടും മാനക്കേടും ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. എന്തായാലും അതേസമയത്ത് ഒരു സീനിയർ ഓഫീസർ അന്വേഷിക്കണം. ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരാൾ ഈ കേസിന്റെ അന്വേഷണം ടേക്ക് ഓവർ ചെയ്യണം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവരുടെ മൊഴി രേഖപ്പെടുത്തണം. വീണ്ടും അതിന് സെക്ഷൻ മാറണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ മാറ്റി അടുത്ത 31-ാം തീയതിക്ക് അയാൾ ടെമ്പററി കൊടുത്ത ജാമ്യം ക്യാൻസൽ ചെയ്ത് റിമാൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.